എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി തേവക്കൽ ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. 3.3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1500ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് വിദ്യോദയ സ്കൂളിലേക്ക് വരുന്ന ദൂരം വെറും 500 മീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 650 മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 4.5 കിലോമീറ്ററും കൂടാതെ ഇടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്ററുമാണുള്ളത്. സാധാരണയായി കാണാറുള്ളതിലും അല്പം വ്യത്യസ്തമായ നല്ലൊരു എലവേഷൻ തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് വന്നാൽ ഏകദേശം 4 മീറ്ററോളം വീതിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരി വില്ലകളടങ്ങുന്ന നല്ല മനോഹരമായൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെങ്കിൽ ഒരു സിമ്പിൾ ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു GI ട്യൂബ് കൊണ്ടുള്ള മനോഹരമായൊരു ഡിസൈനൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. കൂടാതെ വീടിൻ്റെ മെയിൻ ഗേറ്റ് നോക്കുകയാണെങ്കിൽ GI ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന 15 അടിയോളം വീതിയുള്ള വലിയൊരു ഗേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ചെറിയ ഫോൾഡിംഗ് ഗേറ്റും നമുക്കിവിടെ കാണാവുന്നതാണ്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസാണ് ബിൽഡർ ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഓപ്പൺ ഏരിയ സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ വീടിൻ്റെ ഒരു ഭാഗത്തായി കവേർഡാക്കി തന്നെ ഒരു സെപ്പറേറ്റ് കാർ പോർച്ചും ചെയ്തിട്ടുണ്ട്. നമ്മളിനി നേരെ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇവിടെ സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വീതിയും നീളമുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടും കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. മനോഹരമായി തന്നെ സീലിംഗ് വർക്കുകളും കൂടാതെ നല്ല ഭംഗിയുള്ളൊരു TV യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ LED വർക്കെല്ലാം ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് നേരെ അവിടെ നിന്ന് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കൊന്നും കടന്നതല്ല. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പാകത്തിലുള്ള സ്പേസാണ് ഡൈനിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെ ഭംഗിയാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്നും കടന്നില്ല. സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബീജ് കളർ ടോണാണ് കിച്ചൺ കബോർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കിച്ചൺ ഹുഡും ഹോബുമെല്ലാം ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. മനോഹരമായി തന്നെ കിച്ചണിലും ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തായി നമുക്ക് സിങ്കും കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ട് ഒരു സെപ്പറേറ്റ് സ്പേസും കിച്ചൻ്റെ റൈറ്റ് സൈഡിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ബിൽഡർ പുറത്തായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിന് നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 110ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഈ വീട്ടിൽ മുഴുവനായി യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വീടിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായി ഗ്ലാസ് പാർട്ടീഷൻ വർക്കുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ പ്ലെയിൻ സീലിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്. ബോട്ടം ടു ടോപ്പ് വരുന്ന ഒരു വലിയ വാർഡ്രോബും ഈ ഭാഗത്തായി കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കൊന്ന് കയറി നോക്കാം. ഒരു കണ്ടംപററി ബീം സ്റ്റെയർ ആണ് ഇവിടെ സ്റ്റെയറായി യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ വേ കയറി നമ്മൾ ആദ്യം ചെല്ലുന്നത് ഒരു ലാൻഡിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഏരിയ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നതിനായിട്ടുള്ള ഒരു ബേബിൻ്റെ നൽകിയിട്ടുണ്ട്. അതിന് താഴെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഈ ഭാഗത്തായി നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മനോഹരമായി തന്നെ ഒരു ഷാൻലിയറിൻ്റെ ഭംഗിയെ നമുക്ക് കാണാവുന്നതാണ്. നമുക്കിന്നേരം ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കൊന്ന് കടന്നതല്ല. ഏകദേശം 10 അടിയോളം നീളം വരുന്നൊരു യൂട്ടിലിറ്റി ഏരിയ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിൻ്റൊക്കെ ഒരു ഭാഗത്തായി നൽകിയിട്ടുമുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്ലെയിൻ സീലിംഗ് വർക്കാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ വാർഡ്രോബും ഒരു ഭാഗത്തായി കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിനി പോകുന്നത് ഈ വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. വളരെ വിശാലമായൊരു ബെഡ്റൂം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഭിത്തി മുഴുവനായി തന്നെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് നല്ലപോലെ തന്നെ വെളിച്ചം അകത്തേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഇവിടെ നിന്നാണ് മെയിൻ ബാൽക്കണിയിലേക്ക് പോകുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായി 2 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വാർഡ്രോബ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ അതിനോട് അറ്റാച്ച്ഡായി തന്നെ ഒരു മിറർ സ്പേസും നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്.
വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡീറ്റെയിൽസും നമ്മൾ ഏകദേശം പങ്കുവച്ച് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ വിലയിലേക്കൊന്ന് പോയി നോക്കാം. ഇൻഫോ പാർക്കിനടുത്തും ഇടപ്പള്ളിക്കടുത്തായിട്ടൊക്കെ വീട് നോക്കുന്നവർക്ക് വളരെ അനുയോജ്യമായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് തന്നെയാണിത്. 3.3 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 83 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.